ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് നാട്ടിലെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെറിയ യാത്രയിലുമാണ്. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളും പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതിലൂടെ നേരെ ചെല്ലുന്നത് ശാന്തമായ അന്തരീക്ഷം നിറഞ്ഞ ഈ പുണ്യസ്ഥലം കുടശനാട് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കാത്തഡ്രൽ പള്ളിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ലാൽ സലാം എന്ന് പറയുന്ന സിനിമ ഈ പള്ളിയുടെ പരിസരത്താണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കുടശനാട് ജംഗ്ഷൻ. കുടശനാടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആലപ്പുഴ ജില്ലയും പത്തനംതിട്ട ജില്ലയും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ്. കുടശനാട്, പടനിലം ഭാഗങ്ങൾ ഈ മേഖലകൾ നാടൻ ഭംഗിയും ഗ്രാമീണ കാഴ്ചകളും ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, അമ്പലവും പള്ളിയും എല്ലാം ഒത്തുചേരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതാണ് കരിങ്ങാലിപ്പുഞ്ച. ഒരു 4 മണി സമയത്ത് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വൈബിടാൻ പറ്റിയ സ്ഥലം. ഫോട്ടോസും ഐസ്ക്രീമും ഒക്കെ വാങ്ങി രുചിക്കാനും പറ്റും. മനോഹരമായ ഒരു നീർത്തടവും പാടശേഖരവും ഉള്ള ഒരു പ്രദേശവുമാണിത്. പച്ചപ്പിന്റെ ഭംഗിയും പ്രകൃതിയുടെ ശാന്തതയും നിറഞ്ഞ കരിങ്ങാലിപ്പുഞ്ച, നെൽപ്പാടങ്ങളും വെള്ളക്കെട്ടുകളും കാഴ്ചകളും ചേർന്ന ഈ ഒരു മനോഹരമായ ഇടം പ്രകൃതി സ്നേഹികളുടെ പ്രിയപ്പെട്ട സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. നമുക്ക് കാണാനും സാധിക്കുന്നുണ്ടല്ലോ. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇവിടെയൊക്കെ നിർത്തി കാണിക്കാഞ്ഞത്. ഇനി നമുക്ക് മറ്റൊരു ദിവസം ഞാൻ നിങ്ങളെ കരിങ്ങാലിപ്പുഞ്ചയിലെ കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇവിടുന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് പടനിലത്തേക്കാണ്. ക്ഷേത്രത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയ ശേഷം നമ്മുടെ പടനിലത്തും ഫുട്ബോൾ കളിയുടെ താരരാജാവായ മെസ്സിയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡും നമ്മുടെ പടനിലത്ത് വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകളും അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഈ നാടിന്റെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഇവിടേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും ഭക്തി നിറഞ്ഞ അന്തരീക്ഷവും വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുപോലെ വൃശ്ചിക മാസത്തിൽ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർക്ക് വന്നു പോകാനുള്ള ഒരു ഇടത്താവളം കൂടിയാണ് പടനിലം ക്ഷേത്രം. ശിവരാത്രി ദിവസം വലിയ ഉത്സവം നടക്കുന്ന ക്ഷേത്രം കൂടിയാണിത്. ചുറ്റുവിളക്കുകളൊക്കെ കത്തിച്ച് മനോഹരമാണ് കാണാൻ തന്നെ. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഓരോരുത്തർക്കും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയാൻ നിരവധി വിശ്വാസങ്ങളും അനുഭവങ്ങളും ഉണ്ട്. ഈ മനോഹരമായ ക്ഷേത്ര ദർശനം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും പുതിയൊരു യാത്രയുമായി കാണാം. നന്ദി.